മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഔദ്യോഗികമായി അത് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. TG മോഹൻദാസ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ അടക്കം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ. എന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം TG മോഹൻദാസ് എന്ന് പറയുന്ന സംഘപരിവാർ സഹയാത്രികൻ എന്നൊക്കെ പറയുന്ന, പണ്ട് ഇദ്ദേഹം സംഘപരിവാറിന് ഉപദേശകനായിരുന്നു, അതിന്റെ ഒരു ബുദ്ധിജീവി ഘടകത്തിൽ ഒരാളായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ പറയുന്നത് അതൊന്നുമല്ല. ഇദ്ദേഹം ഒരു സഹയാത്രികൻ മാത്രമാണ്, ഒരു സാധാരണത്തെ ഒരു BJP-കാരനാണ്, അല്ലെങ്കിൽ സാധാരണത്തെ ഒരു സംഘപരിവാരകാരൻ മാത്രമാണ് താനെന്ന് ഈ TG മോഹൻദാസിന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവസാനം ഗത്യന്തരമില്ലാതെ അറസ്റ്റ് എന്ന നിലയ്ക്കൊക്കെ ആളുകൾ ചോദിച്ച് അവസാനം അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്, ഞാനല്ല കേട്ടോ. എന്തായാലും TG മോഹൻദാസ് അറസ്റ്റിലായിട്ടുണ്ട്. ഒപ്പം തന്നെ വേറൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആൾ കൂടി അറസ്റ്റ് ആയിട്ടത്, അത് ആയങ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും രണ്ടുപേരും തീർച്ചയായിട്ടും അറസ്റ്റിലാക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോൾ പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും, എന്തിന്റെ കാര്യത്തിലാണ് ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ ഡൗട്ട് ഉണ്ടായിരിക്കും. ആ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ആ സംശയം ഉണ്ടാവരുതല്ലോ, ആ ഡൗട്ട് ഇപ്പൊ തീർക്കാം. ലെഫ്റ്റ് മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ആ CJP സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ TG മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞേ. പല ആൾക്കാരും പറയുന്നത്, ഇത്ര പ്രായമായില്ലേ ചങ്ങാതി, ഇപ്പോഴും മനസ്സിൽ ഇത്രയും വിഷം കൊണ്ട് നടക്കണോ? നിങ്ങൾ ആർക്കെതിരെ വെടിവെക്കുമെന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു ജനതയ്ക്ക് നേരെ നിങ്ങൾ പ്രധാനമന്ത്രിയാണെങ്കിൽ നിങ്ങൾ വെടിവെക്കുമെന്ന് പറയാൻ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അല്പം പോലും മനസ്സാക്ഷിയില്ലേ, മനസ്താപമില്ലേ എന്നടക്കം ചോദിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ഇദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതൊരു ചാനലിൽ നടന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ആവർത്തിക്കുകയാണ്, എന്നെ പലരും അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, പക്ഷെ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നേ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം വീണ്ടും തുടരുകയാണ്. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് CJP സമരം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് സംഘപരിവാറിന്റെ എന്താ പറയുക ബുദ്ധിജീവി എന്നൊക്കെ പറയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തൊരു ക്രൂരമായ മനസ്ഥിതിയാണ് ഇദ്ദേഹം. ഇതേ മനസ്ഥിതിയാണ് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉള്ളത് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. ഇനി അത് വ്യാഖ്യാനമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ജനങ്ങൾ കണ്ടും കേട്ടും തിരിച്ചറിയട്ടെ, ചരിത്രം പഠിച്ചും തിരിച്ചറിയട്ടെ, ഗാന്ധിയുടെ വധം മുതൽ തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് വലിയ കൺഫ്യൂഷനിലായിരുന്നു ജനത മുഴുവൻ. എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഇദ്ദേഹത്തിന് അങ്ങനെ ഒളിവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ലല്ലോ. ഇതിന് ശേഷവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നില്ലേ? ഇനിയിപ്പോൾ സംഘപരിവാരോട് ഒരല്പം പ്രണയം സ്നേഹമുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്നീ പറയുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിരന്തരം ചോദിച്ചിരുന്നു. അവസാനം ആയങ്കി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറയുന്ന കൺഫ്യൂഷൻ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതൊരു വലിയ ചർച്ചയായിരുന്നു. ഒരു സംഘപരിവാരനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് ഇത്ര മടി? അല്ലെങ്കിൽ സംഘപരിവാരെ തൊടാൻ പേടിയാണോ? പരിപൂർണമായിട്ട് സംഘപരിവാറിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ കഴിഞ്ഞ 82 ദിവസങ്ങൾക്ക്? ഇന്നേക്ക് 83 ദിവസം. ഈ 83 ദിവസത്തിനുള്ളിൽ 12 കാര്യങ്ങളിൽ സംഘപരിവാർക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരിപൂർണമായിട്ട് അടിമപ്പെടുകയാണോ എന്നൊരു സംശയമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ആ സംശയങ്ങൾക്കെല്ലാം ഇനി അത്ര വലിയ എന്താ പറയുക ഇതൊന്നുമില്ല, കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. പരിപൂർണമായിട്ടും കൃത്യമായിട്ട് അഭിനന്ദിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഒരേ ദിവസം 2 ക്രിമിനലുകൾ ആയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ റിമാൻഡിൽ ആക്കപ്പെടുകയാണ് എന്നുള്ള സംഗതിയാണ് കിട്ടുന്നത്. എന്തായാലും ചാനലുകൾ ഇത് ആഘോഷിക്കുന്നുണ്ട്. സംഘപരിവാർ സഹയാത്രികൻ
TG മോഹൻദാസ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് മോഹൻദാസിനെ എത്തിക്കുകയാണ്. നാളെ മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി അദ്ദേഹം പോലീസ് സ്റ്റേഷനുള്ളിൽ കഴിയണമെന്നർത്ഥം. നാളെയാണ് അറസ്റ്റിലാക്കപ്പെടുന്നത്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാനുള്ളത് നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന്റെ കൂടി ആ ഒരു വാർത്താ വനരീതിയാണ്. 2 ക്രിമിനലുകൾക്കെതിരെ കേരള പോലീസ് നടപടിയിലേക്ക് കടന്ന ദിവസമാണെന്ന്. പ്രവൃത്തി കൊണ്ടും നാവ് കൊണ്ടും വിഷം വിതച്ചവർക്കെതിരെ വൈകിയെങ്കിലും വന്ന നടപടി. കൊള്ളാം, വൈകിയെങ്കിലും വന്ന നടപടി എന്ന രീതിയിലാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് ഈ ഒരു വാർത്തയെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച്. എന്തായാലും കൊള്ളാം, നല്ല പോലീസിന് തീർച്ചയായിട്ടും അഭിനന്ദനം എന്ന് തന്നെ പറയേണ്ട നിമിഷങ്ങളും മറ്റുമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം, 2 വിഷവിത്തുക്കളെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന രീതിയിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആഘോഷിക്കപ്പെടട്ടെ എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.